ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് റിവ്യൂ ആയിട്ടാണ്. ഞാൻ സാറ്റർഡേ റിവ്യൂ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു സാറ്റർഡേ സൺഡേയും കൂടെ ഒരുമിച്ച് റിവ്യൂ ഇടാമെന്ന്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടത് ലക്ഷ്മിനെയും അതേപോലെ മസ്താനിയും തന്നെ നന്നായിട്ട് ലാലേട്ടൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് സാറ്റർഡേ എപ്പിസോഡിൽ നൂറേനെയും ആതിരേനെയും കുറിച്ചിട്ട് ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി അതിൽ തന്നെയാണ് സ്റ്റിക്ക് ചെയ്തത്. അത് ലക്ഷ്മിയുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷെ അതിങ്ങനെയുള്ളൊരു ഷോവിനകത്ത് എന്താ പറയുക, ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുക എന്നുള്ളത് പാടില്ല. കാരണം ഈ ഷോ എല്ലാവർക്കും ഒരേപോലെയാണ്. ഇതിനകത്ത് ഇന്ന ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് പറ്റില്ല, ജെൻഡർ വൈസ് ആണെങ്കിലും അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ അത് കാരണം തന്നെ ഈ ഷോവിനകത്ത് മേ ബി ലക്ഷ്മിക്ക് അത് ലക്ഷ്മിയുടെ ഒപ്പീനിയൻ ആയിരിക്കാം. പക്ഷെ അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇവരെ ഇങ്ങനെയുള്ളത് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്നിങ്ങനെ പറയുന്നത് നല്ലതല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ലാലേട്ടൻ മെയിനായിട്ട് പറഞ്ഞിരുന്നത്. ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചിട്ടും അവരെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ മസ്താനിയും ഇതേപോലെ തന്നെ അവരെ ടാർഗറ്റ് ചെയ്തു, മസ്താനിയും ഇതേപോലെ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനിക്കും ലാലേട്ടൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. മസ്താനയുടെ എന്താ പറയുക, അതേപോലെ ലക്ഷ്മിയുടെ ആണെങ്കിലും ലാംഗ്വേജും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ നന്നായിട്ട് ഇവർ രണ്ടുപേരും റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാറ്റർഡേ എപ്പിസോഡിൽ കണ്ടത്. പിന്നെ സൺഡേ എപ്പിസോഡിൽ നമ്മൾ മെയിനായി കണ്ടത് വീണ്ടും ലക്ഷ്മി തന്നെയാണ്. വീണ്ടും സൺഡേത്തെ മീര ഇതേപോലെ അതിലും മസ്താനി കോമൺ ആയിട്ട് വരുന്നുണ്ട്. മസ്താനി ഇങ്ങനെ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഉനിയിൽ വീഴാൻ പോയപ്പോൾ മസ്താനീനെ പിടിച്ചു. അപ്പോൾ അത് ഒബ്വിയസ്ലി ശരിയാണ്. കാരണം ആരാണെങ്കിലും നമ്മൾ വീഴാൻ പോകുമ്പോൾ മുമ്പിൽ എന്താണോ ഉള്ളത് എന്നൊന്നും നമ്മൾ നോക്കില്ല. ആ കിട്ടിയതിന് നമ്മുടെ കയ്യിൽ എന്താണോ വരുന്നത് നമ്മൾ അതിനെ പിടിക്കും, നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് ഉനിയിലും അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ലക്ഷ്മി കണ്ടിട്ട് പോലുമില്ല അവിടെ എന്താ നടന്നിട്ടുള്ളതെന്ന്. മസ്താനി പറഞ്ഞ ആ ഒരു വിവരം വെച്ചിട്ടാണ് പറയുന്നത്. മസ്താനിക്ക് പോലും നേരെ കംപ്ലൈൻറ്റും ഷുവറും ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ലക്ഷ്മി എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഒരാളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കണ്ടിട്ടുമില്ല ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവസാനം ലക്ഷ്മിക്ക് തന്നെ മനസ്സിലായി പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി സോറി പറയുന്നുണ്ട് ഒനിലിനോടും ഒക്കെ എല്ലാവരോടും, ഹൗസ് മേറ്റ്സിനോടും. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ ലക്ക് കാരണം മാത്രമാണ് ഈ ആഴ്ച രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ലക്ഷ്മി എന്താണെങ്കിലും പോകേണ്ടതായിരുന്നു പുറത്ത്. കാരണം ഈ ആഴ്ച ഫുൾ ലക്ഷ്മിക്ക് നെഗറ്റീവായിരുന്നു. കാരണം എല്ലാ ഇഷ്യൂസിലും, ഇപ്പോൾ മസ്താനയുടെ ഇഷ്യൂ ആണെങ്കിലും ആദറാന്നൂറയുടെ ഇഷ്യൂവിലാണെങ്കിലൊക്കെ. അപ്പോൾ ലക്ഷ്മിയുടെ എന്തോ ഒരു ലക്ക് കാരണമാണ് ലക്ഷ്മി ഔട്ടായി പോണ. ലക്ഷ്മിക്ക് തന്നെ തോന്നിയെന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളും നെഗറ്റീവാണ്, എല്ലാവരും ലക്ഷ്മിയുടെ അഗെയിൻസ്റ്റാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് തന്നെ എന്താ പറയുക, ഗെയിം ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ലക്ഷ്മി വീട്ടിലെല്ലാവരോടും അതേപോലെ ലാലേട്ടനോടും ഉനിലിനോടൊക്കെ സോറി പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് തെറ്റാണ്, അത് എന്താ ലക്ഷ്മിയുടെ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ എടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതോടെ തീർന്നു ആ ഇഷ്യൂ. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ആഴ്ചയിൽ എന്താണെങ്കിലും മസ്താനി പുറത്തു പോയി. അപ്പോൾ ലക്ഷ്മിയുടെ ആയിട്ടുള്ള ഒരു ഗെയിമിൽ നിൽക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ വൈൽഡ് കാർഡ് വന്ന ആൾക്കാരിൽ 2 പേരും ഓൾറെഡി പുറത്തു പോയി. ഇനി 3 പേരേ ഉള്ളൂ. അതിൽ ജിഷിനും സാബുമോനും അതേപോലെ ലക്ഷ്മിയും. അപ്പോൾ ജിഷിൻ്റേതായിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ മസ്താനി ഇല്ലാത്തത് കാരണം എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്ക് ആ ഒരു മസ്താനിയായിട്ട് വളരെ ഒരു ക്ലോസ് ആയിരുന്നു. അപ്പോൾ വേറൊരാളും ലക്ഷ്മിക്ക് അത്രയും ഒരു ക്ലോസ് അല്ല. അപ്പോൾ അത് കാരണം ലക്ഷ്മിയുടെ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കും ഇനി വരുന്ന വീക്കുകളിലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത് ഈ പറഞ്ഞ പോലെ എലിമിനേഷൻ തന്നെയാണ്. 2 പേര് പോയി. മസ്താനി അതേപോലെ തന്നെ പ്രവീണും പോയി. മസ്താനി പോയതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതം തോന്നുന്നില്ല. കാരണം മസ്താനി ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വീക്ക് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായിരുന്നു മസ്താനിക്ക്. കാരണം ഇപ്പോൾ ഒനീലിൻ്റെ വിഷയം എനിക്ക് തോന്നുന്നു മസ്താനി വന്നപ്പോൾ മുതൽ മസ്താനിയുടെ ലാംഗ്വേജ് ഒട്ടും നല്ലതായിരുന്നില്ല. മസ്താനി യൂസ് ചെയ്യുന്ന ലാംഗ്വേജും മറ്റുള്ളവരെ വിളിക്കുന്ന ചീത്തയും അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ ഒരു മെയിൻ റീസൺ ആയിരിക്കാം മസ്താനിക്ക് വോട്ട് കുറയാൻ കാരണമല്ല. അപ്പോൾ എന്തായാലും മസ്താനി പോയി. കാരണം മസ്താനിയുടെ ഗെയിം അത്രയും ചീപ്പായിരുന്നു. ഒരു എന്താ പറയുക,
കളിക്കാൻ വേണ്ടി വന്ന ഒരു ഇതിൽ ഗെയിമിൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പേഴ്സണൽ ടാർഗറ്റ് ചെയ്യുക, അല്ല ഫാമിലീനെ വിളിച്ച് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരെ എന്താ പറയുക വോട്ട് ചെയ്ത് പ്രേക്ഷകർ നിർത്തില്ല ആ വീട്ടിനകത്ത്. അപ്പം അങ്ങനെ മസ്താനി പോയതിൽ പ്രത്യേകിച്ച് നമുക്കൊരു അത്ഭുതം പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വേറെ ഒരാൾ പോയത് ഈ പറഞ്ഞ പ്രവീണാണ്. പക്ഷേ പ്രവീൺ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. കിച്ചണിൽ എല്ലാവർക്കും നല്ല ഒരു ഒപ്പീനിയൻ ആയിരുന്നു ആ കിച്ചൺ ടീം ക്യാപ്റ്റനായിട്ട്. അതേപോലെ ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരോടുള്ള ഒരു പെരുമാറ്റത്തിലും എന്താണെങ്കിലും പ്രവീൺ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ബാഡ് ലാംഗ്വേജസോ അങ്ങനെയൊന്നും പ്രവീൺ യൂസ് ചെയ്തിട്ടിരുന്നില്ല. അപ്പം പ്രവീൺ പോയതിൽ അത്ര ഒരു ഫെയർ പോലെ എനിക്ക് തോന്നിയില്ല. കാരണം ആൾ അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അനുമോള് വന്നപ്പോൾ മുതൽ അനുമോളെ കുറച്ച് ഫേവർ ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അനുമോളിൻ്റെ ഒപ്പം നിന്ന ഷൈത്യ പോയി. അതേപോലെ എനിക്ക് തോന്നുന്നു ആദ്യത്തേൽ RJ ബിൻസി അവർ അനുമോള് കുറച്ചതായി നിൽക്കുക, അവർ പോയി. ഇപ്പോൾ പ്രവീണും പോയി. അപ്പോൾ ഇതായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഗെയിമർ ആയിരുന്നു പ്രവീൺ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ. പക്ഷേ പുള്ളിക്കാരൻ ആൾ പോവേണ്ട ഒരു സമയം ഇതായിരുന്നില്ല. കാരണം അതിലും വേസ്റ്റ് ആയിരുന്നു ലക്ഷ്മി പോയില്ല, പ്രവീൺ പോയി. അപ്പോൾ അത് പ്രേക്ഷകരുടെ വോട്ട് തന്നെയാണ് എന്താണെങ്കിലും അറ്റ് ദ ലാസ്റ്റ്. അപ്പോൾ എന്താണെങ്കിലും ആൾ പോകേണ്ടത് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടിരുന്നത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു എല്ലാവർക്കും. അപ്പോൾ അത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇതുപോലെ ഒരാളോടൊരു കഥ പറയും, അത് അടുത്ത ആളോട് പറയും. അത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ ഗോസിപ്പ് പറയുന്നതും ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിരിക്കും ലാലേട്ടൻ ഇങ്ങനൊരു ടാസ്ക് ആ വീട്ടിൽ കൊടുത്തത്. പിന്നെ പൊതുവേ ആസ് യൂഷ്വൽ എല്ലാ വീക്കിലും എല്ലാ അതിലും പറയുന്ന ഫുഡ് എടുത്തുകൊണ്ട് പോയി കഴിക്കുക, ആരും കാണാണ്ട് കട്ടുതിൻ്റെ ഇതിനൊക്കെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ വിഷയത്തിനൊക്കെ എന്തിനാണ് ഇത്രയും തല്ലുണ്ടാക്കുന്നത് എന്നാണ് എനിക്ക്. കാരണം ചെറിയൊരു ക്യാരറ്റ് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ചോറ് കഴിക്കുക, ഒരു 2 സ്പൂൺ ഇത് കഴിക്കുക. അപ്പോൾ അത് മേ ബി ചിലപ്പോൾ അവിടെ ഫുഡിൻ്റെ ഇത് കുറവായിരിക്കാം. പക്ഷെ എന്നാലും അതിന് വലിയൊരു ഇഷ്യൂസും എന്തും ഉണ്ടാക്കേണ്ട ഒരു ഇത് എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ലൈവിൽ ഞാൻ കണ്ടു ഒരു മല്ലിയിലയുടെ കാര്യത്തിലാണ് ഷാനവാസും അതേപോലെ തന്നെ നവീനും തല്ലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഇത്രയും തല്ലുണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ലാതെ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് നമ്മൾ കണ്ടത്. പിന്നെ ലാലേട്ടൻ ഈ പറഞ്ഞ എല്ലാവരെയും കുറിച്ചിട്ട് നന്നായി പറയുന്നുണ്ട്, ഓരോരുത്തരുടെ സൗഹൃദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം അനീഷ് പുറമേ ഷാനവാസിനെ ഒരു കൈയകലെ നിർത്തും, ഫ്രണ്ടല്ല എന്നൊക്കെ പറയുകയാണെങ്കിലും അവസാനം അനീഷിനെ സമ്മതിച്ചു ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഷാനവാസ് നല്ലൊരു ഫ്രണ്ടാണെന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതേപോലെ ആരെയാണ് ജിസേലിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കുറിച്ചിട്ട്. പിന്നെ ജിസേലിന് കുറച്ച് ഫേവറിസം കൂടുതലാണെന്ന് ലാലേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ഫുഡ് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണലി ഒപ്പീനിയനിൽ പറയുന്നത് ജിസേൽ നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, എല്ലാം കാര്യം ശരിയാണ്. എനിക്ക് തോന്നുന്നു 1-2 ഇപ്പോൾ ആര്യൻ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ആര്യനെയാണ്. ആര്യനോടുള്ളൊരു ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ ഒരു ഇതിൽ കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ആര്യൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കാതെ തെറ്റാന്ന് പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഫുഡ് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ നിർത്തുകയാണെങ്കിൽ തന്നെ ജിസയിൽ കുറച്ചും കൂടെ ഇപ്പോഴും വോട്ടുണ്ട് തോന്നുന്നു. പക്ഷെ കുറച്ചും കൂടെ ആ ഹൗസ് മേറ്റ്സിൻ്റെ ഇടയിലാണെങ്കിലും പുറത്തുള്ള ഓഡിയൻസിൻ്റെ ഇടയിലാണെങ്കിലും ജിസയിലിന് കുറച്ചും കൂടെ നല്ല ഒരു ഇത് കിട്ടും എനിക്ക് പേഴ്സണലി തോന്നി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതേപോലെ എന്താ പറയുക, ഓരോ സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കാം. ഇതൊക്കെ ആ വീട്ടിനകത്ത് എല്ലാവരും ചെയ്യുന്നതാണ് ഒളിപ്പിച്ച് വയ്ക്കൽ. ഇപ്പം നവീനാണെങ്കിലും ചെയ്യാറുണ്ട്, അനുമോളാണെങ്കിലും ചെയ്യാറുണ്ട്. 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടു അനുമോളും ആതിരയും നൂറയൊക്കെ നാരങ്ങ വെള്ളം ആരും കാണാണ്ട് നാരങ്ങ ഒരു കുപ്പിയിൽ എടുത്ത് വയ്ക്കുന്നത്, നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ജിസയിൽ ഇപ്പോൾ കിട്ടുന്ന വോട്ടിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ആ വീട്ടിനകത്താണെങ്കിലും കുറച്ചും കൂടെ നെഗറ്റീവ് മാറും എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ ഫേവറിസം എന്നുള്ള ഒരു ഇത് നിൽക്കും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടത്. പിന്നെ ഒനീലിൻ്റെ ഇഷ്യൂ, അല്ല ഒനീലിൻ്റെ അമ്മയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൊടുത്തു ലാലേട്ടൻ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒനീൽ ഭയങ്കര ഒരു ഇത് ഡിസപ്പോയിൻറ്റഡ് ആയി 2 ദിവസമായിട്ട്. ആളുടെ എനർജി ഭയങ്കര ലോ ആയി, ഭയങ്കര ഇതായിപ്പോയി. അപ്പം അതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ലാലേട്ടനും ബിഗ് ബോസും കൂടെ ഇങ്ങനെയുള്ളൊരിത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും അത് വളരെ നന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ട് എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.